എടാ, പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞു പോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലല്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയില. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴാണ് ഇരുട്ടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാനാ? അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ല, എല്ലാവരും ചേർന്ന ഒരു മാസ് എന്റർടൈനർ. ഫാൻസിന് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. എന്തോ എങ്ങനെ ലാലേട്ടൻ തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് ഉണയി പറയൂ. ഇത് ലിജോ എടുത്തിട്ട് ലിജോന്റെ വീട്ടിൽ നിന്ന് കാണണം, അല്ലാതെ നമ്മളെ കൊണ്ട് കാണാൻ പറ്റൂല. ഇവൻ നമ്മൾ നാളെ എടുത്തോണ കേട്ടാ. ഇവനെ കൊന്നാലാ? പ്രിയാജിക്കൊന്നും കിട്ടിയില്ല. അതിനെന്താണ് ഞാൻ തലയും കുത്തി വെക്കണ? എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. നീ എന്റെ മാനം കെടുത്തില്ലടാ. ലിജോയുടെ പടമാണ്. ഇത് ലിജോ എടുത്തിട്ട് ലിജോന്റെ വീട്ടിൽ നിന്ന് കാണണം. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവന്റെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഇത് മോഹൻലാൽ ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ മമ്മൂട്ടി ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. മമ്മൂട്ടി ഫാൻസുകാരുടെ പ്രശ്നമാണ്. എനിക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ. അല്ലാതെ നമ്മളെ കൊണ്ട് കാണാൻ പറ്റൂല. ഇത് വലിയൊരു ശല്യമായില്ലോ. ഒരുമാതിരി മറ്റേ ഇറങ്ങാൻ പറഞ്ഞാണ്ടല്ലോ. ഒരു രക്ഷയില്ല. ബോളിന്റെ പോയി മതി മതി, നിർത്ത് നിന്റെ ഷോ. ബാക്കി നാളെ പറയാം. നിങ്ങള് കേട്ടൊക്കെ പോയി. ഇനി കാണാൻ നമ്മളൊക്കെ മോഞ്ചലാണ്. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പ കാണും. മോഹൻലാൽ സ്പെഷ്യൽസ് ആണ്. ഇതുവരെ കണ്ടത് പോയി, ഇനി കാണാൻ പോകുന്നത് നിജം. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതുകൊണ്ട് എനിക്ക് മാത്രമല്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല. ശരിപ്പെടുത്ത്. എന്റെ ചെവ് കുറ്റിക്ക് അടിക്കണം. ഏയ്, ഞാനതൊന്നും ചെയ്യാൻ കഴിവറ മോനെ പുറത്ത്.